നമസ്കാരം. ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലാണ്. ഇപ്പോൾ ഇവിടെ വരാനുള്ള കാരണം ഇവിടെ ഇപ്പോൾ KSRTC പ്രിയദർശിനി ബസ് എന്ന് പറഞ്ഞ പുതിയ ബസ് ഇറക്കിയിട്ടുണ്ട്. അതിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ പ്രൈവറ്റ് ബസ്സുകാർക്ക് അവർ ഉടമസ്ഥന്മാർക്ക് മാത്രമല്ല തൊഴിലാളികൾക്കും ഭയങ്കരമായിട്ട് ബാധിക്കും അല്ലേ? അപ്പോൾ അതിനെക്കുറിച്ച് നമ്മുടെ ഇവിടുത്തെ ബസ്സിലെ ആളുകളുടെ ഒരു അഭിപ്രായം പറയാം. എന്താ ഒന്ന് പറയും? അതായത് ഇപ്പോൾ നമ്മുടെ ജില്ലയിൽ ഇപ്പോൾ ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ധോണി കോളനി ആ ഭാഗത്താണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ആ വഴിക്ക് ഒരു രണ്ട് ബസ് ഇങ്ങനെ വിട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഇപ്പോൾ നമുക്ക് അതുകൊണ്ട് ലേഡീസ് ഇല്ല, മൊത്തം മറ്റേ ജെൻസ് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് നല്ല ബാധിക്കില്ല? നമ്മുടെ വണ്ടിയിൽ ആളെ ഇല്ല. തൊഴിലിന് ബാധിക്കുമോ? തൊഴിൽ പറഞ്ഞാൽ നമുക്ക് ഇന്നലെ നോക്കുമ്പോൾ ഞങ്ങൾക്ക് ശമ്പളം ഇല്ല. ഞങ്ങൾക്ക് ഈ വണ്ടി ബാലൻസ് ഓടിയിട്ട് ഒരു 10,500 രൂപയ്ക്കാണ് ഈ വണ്ടിയിൽ ബാലൻസ് ഉണ്ട്. ഇന്നലെ നോക്കുമ്പോൾ ഒന്നുമില്ല, ഓണർക്ക് കൊടുക്കാനൊന്നുമില്ല, ഞങ്ങൾക്കും ഇല്ല, ശമ്പളം ഇല്ല. അതാണ് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്താണ് നിങ്ങളെ ഒരു സൊല്യൂഷൻ? എന്താണ് ഇപ്പോൾ മുതലാളി വന്നിട്ട് കയ്യിൽ നിന്ന് ഇങ്ങോട്ട് ശമ്പളം കൊടുക്കണം വരെയുള്ളൂ. മറ്റേ ഈ ബസ് ഉടമസ്ഥന്മാർക്കല്ല മാത്രമല്ല നിങ്ങൾക്ക് അടക്കം തൊഴിലാളികൾക്ക് നല്ല ബാധിക്കുന്നു. ഇന്നലെ അരി മേടിക്കാൻ കൂടി ഞാൻ 400 രൂപയാണ് എൻ്റെ ശമ്പളം. ഇന്നലത്തെ വരുമാനം. എൻ്റെ കണ്ടക്ടറിൻ്റെ വരുമാനം 200. എൻ്റെ ഓണർക്ക് ബാലൻസ് വന്നിട്ട് 300 രൂപ. ഇന്നലത്തെ അവസ്ഥയാണ്. എനിക്ക് ശമ്പളം കിട്ടിയിട്ടില്ല. വളരെ ബുദ്ധിമുട്ടാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. കോഴിക്കോട് വണ്ടി, മണ്ണാർക്കാട് വണ്ടി, ഈ ഒലോക്കോട് ഞങ്ങൾ ഈ ഒലോക്കോട് നിന്നാണ് ഞങ്ങൾക്ക് ഒലോക്കോട്ടിലേക്കാണ് കൂടുതൽ ടിക്കറ്റ്. അതായത് ഞങ്ങൾ ഒലോക്കോട് പാലക്കാട് അങ്ങനെ കോളനിയാണ് ഓടുന്നത്. ടൗൺ ബസ്. അതായത് ഞാൻ പറയാം, ഈ ഒലോക്കോട് നിന്ന് കംപ്ലീറ്റും ടിക്കറ്റ് മാറി നിൽക്കുകയാണ്. ലേഡീസിൽ കംപ്ലീറ്റ് മാറി നിൽക്കുകയാണ്. നമുക്ക് ഒരു മറ്റേ ടിക്കറ്റ് പോലും ഇല്ല. സൗജന്യ എല്ലാ സ്ത്രീകളും ഫ്രീ ആയപ്പോ മലയാളിമാർക്ക് ഒന്നും കിട്ടുന്നില്ല. അവർക്ക് മാത്രമല്ല തൊഴിൽ. ശരിക്കും ഈ ബസ് ഈ പ്രൈവറ്റ് ഈ സ്വകാര്യ ബസ് മേഖല തകരും തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഈ ലെവലിൽ പോയാൽ ഒരു മാസം 2 മാസം എടുക്കാൻ പറ്റില്ല. ഇപ്പോഴും മലയാളി കയ്യിൽ നിന്ന് 2,000 രൂപ 3,000 ഇങ്ങോട്ട് തന്നിട്ടാണ് എണ്ണ അടിക്കുന്നത്, ഡീസൽ അടിക്കുന്നത്. കയ്യിൽ നിന്നാണ് ശമ്പളം വരിക്കുന്നത്. 500 രൂപ മുതലേ എനിക്ക് തന്നാണ്. 500 രൂപ. നിങ്ങൾ സർക്കാരിനോട് എന്താ നിങ്ങളൊരു അഭിപ്രായം എന്ന് പറയുന്നത്? എന്താ പറയുന്നത്, ഒരു 50 വയസ്സായവർക്ക് വേണം പറഞ്ഞാൽ മറ്റേ ഫ്രീ കൊടുക്കാം. ഒന്നാമത് ഈ ഡീസൽ ഒന്നാമത് ഡീസൽ 10 രൂപ. 1-ാം ക്ലാസ്സിൽ നിന്ന് കോളേജ് വരെയും ഫ്രീ ആക്കി കൊടുക്കാം. കോളേജ് പിള്ളേർക്ക് ഫുള്ളായിട്ട് ഫ്രീ ആയി, ഒന്നിൽ നിന്ന് ഫുള്ളായിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കാം വിദ്യാർത്ഥികൾ. അത് കഴിഞ്ഞ് ഒരു 50 വയസ്സ് കഴിഞ്ഞാൽ അവർക്ക് ഫ്രീ കൊടുക്കാം. ഇത് എല്ലാവർക്കും ഫ്രീ പറയുമ്പോൾ ഇപ്പോൾ ലേഡീസ് ചേച്ചിമാരാണ് നമ്മുടെ വണ്ടിയിൽ കയറുന്നത്. അതിപ്പോൾ ഇല്ലാണ്ടായി. ആണുങ്ങൾ മാത്രമേ. എനിക്ക് തന്നെ അതാ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ ഒന്നാമത് ഡീസൽ വില കൂടുതലാണ്. ഡീസൽ വന്നിട്ട് ഡീസൽ 1000 രൂപ. അതിൽ നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്നില്ല. നമ്മുടെ വണ്ടിക്ക് മാത്രമല്ല, കോഴിക്കോട് വണ്ടി, മണ്ണാർക്കാട് വണ്ടി, തൃശ്ശൂർ വണ്ടി, ഒറ്റപ്പാലം വണ്ടി, ടൗൺ വണ്ടിയാണ്. ഏത് വണ്ടിക്കും പാവങ്ങള് ഒന്നും കിട്ടില്ല. ഏത് മലയാളം കിട്ടില്ല. അവര് ഇന്നലെ വൈകുന്നേരം എൻ്റെ സങ്കടം പറയണൊന്നുമില്ല, പോയിട്ട് ഒന്നുമില്ല. വെറുതെ അവർക്ക് 10 പോയി പറഞ്ഞ ഒരു ട്രിപ്പ് കോഴിക്കോട് പാലക്കാട് പോയി പറഞ്ഞ വെച്ചാൽ 10 ഒന്നുമില്ല. ആ വണ്ടിയൊക്കെ നമ്മുടെ സമരത്തിലേക്ക് പോകും അല്ലേ? പോയി തന്നെ ആവണം. എല്ലാവരും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതാണ് സർക്കാരിനോട് പറയാനുള്ളത് അല്ലേ? സർക്കാർ വന്ന് നമുക്ക് വല്ല ചെയ്തു തരണം. ഇതിന് സൊല്യൂഷൻ കാണണം അല്ലേ? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതാണ് ഇവിടുത്തെ ചേട്ടന്മാരുടെ അഭിപ്രായം. എന്തായാലും ഇതിനൊരു പരിഹാരം കാണണം അല്ലേ? പരിഹാരം കാണുന്നതിന് പ്രതീക്ഷിക്കുക. പുതിയ ഗവൺമെൻറ്റാണ് ചർച്ച നടത്തിയ പരിഹാരം കാണുമെന്ന് വിചാരിക്കും അല്ലേ? ഓക്കെ, താങ്ക് യു. ഇതാണ് ഇവിടുത്തെ ബസ്സുകാരുടെ അഭിപ്രായമാണ്. ഇവിടെ ഇവരുടെ മാത്രമല്ല, എല്ലാ സ്വകാര്യ ബസ്സുകൾക്കും കോഴിക്കോട് റൂട്ട്, പാലക്കാട് റൂട്ട് ഒരു ബസ്സിലെ ആളുകളില്ല, സ്ത്രീകളില്ല. ഇവർ പറയുന്നത് 1-ാം ക്ലാസ് മുതൽ +2 വരെ ഫ്രീ ആയി കൊടുക്കാം. ഈ ബസ്സെല്ലാം ആളില്ലാതെ പിന്നിൽ കാണുന്ന ബസ്സുകളൊക്കെ എല്ലാ ബസ്സുകളും ബാക്കിലൊക്കെ കോഴിക്കോട് ബസ്സെല്ലാം ബാക്കിൽ കാണാം. ഇവരെല്ലാം സ്ത്രീകളില്ലാതെ പിൻവശത്ത് കാണാൻ പറ്റും. ആളില്ലാതെ ട്രിപ്പ് മുടക്കിയിരിക്കുകയാണ് അല്ലേ? ആളില്ലാതെ ട്രിപ്പ് മുടക്കിയിരിക്കുകയാണ്. എന്തായാലും ഇതിനൊരു പരിഹാരം കാണും തന്നെയാണ് വിചാരിക്കുന്നത്. പിൻവശത്ത് കാണാൻ പറ്റും. ഈ ബസ്സുകളെല്ലാം ആളില്ലാതെ ട്രിപ്പ് മുടക്കി ട്രിപ്പ് കട്ട് ചെയ്തിട്ട് നിർത്തിയിരിക്കുന്നത്. ആളില്ല. വളരെ ഒരു സങ്കടകരമായിട്ട് കാര്യമാണ് അല്ലേ? പരിതാപകരമാണ് അല്ലേ? ഒന്നും പറയാനില്ല.
ചേട്ടൻ എന്താ പിടിച്ച് നിൽക്കാൻ പറ്റില്ല. ആ മുതലാളിക്ക് നിൽക്കാൻ പറ്റില്ല, പണിക്കാർക്ക് നിൽക്കാൻ പറ്റില്ല. പൈസ ഒന്നും കിട്ടില്ല, ശമ്പളം 1 രൂപ പൈസ കിട്ടില്ല. അപ്പോൾ ഇതിനെല്ലാം എന്തായാലും ഉടനെ ഒരു പരിഹാരം കാണുന്നതിന് പ്രതീക്ഷിക്കാം അല്ലേ? നിങ്ങളുടെ പേരെന്താണ്? എൻ്റെ പേര് രാജേഷ്. ഇതാണ് ഇവരുടെ മാത്രമല്ല എല്ലാ ബസ്സുകാർക്കും ഒരാൾ കോഴിക്കോട് റോഡ് പിന്നിൽ ബസ് കോഴിക്കോട് പാലക്കാട് റോഡ് ബസ് മാത്രം ഈ ലോക്കൽ ബസ്സുകൾക്ക് മാത്രമല്ല പാലക്കാട് ചെറുപ്പശ്ശേരി ഏത് ബസ്സിനും ആളുകളില്ല. അപ്പോൾ ഇതേ പെൻബസ് കാണാൻ പറ്റും. എല്ലാം ട്രിപ്പ് മുടക്കിയിട്ട് ട്രിപ്പ് കട്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. എന്തായാലും ഇതിനൊരു പരിഹാരം കാണും തന്നെയാണ് പ്രതീക്ഷിക്കുക. എന്തായാലും ഒരു വണ്ടിയല്ല, എത്ര വണ്ടി നോക്കും? അതിന് പിന്നിൽ കാണാം എല്ലാ ബസ്സും ഈ പിന്നിൽ ബസ് കാണാം എല്ലാ ബസ്സും ട്രിപ്പ് മുടക്കിയിട്ട് ട്രിപ്പ് കട്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. എന്തായാലും ഇതിനൊരു പരിഹാരം കാണണം എന്നാണ് ഇവർ പറയുന്നത്. അതിന് കാണുന്നതന്നെ പ്രതീക്ഷിക്കുക എന്തായാലും.